കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ട് എന്ത് കിട്ടി? മുസ്ലിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണം. കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം മന്ത്രിമാരുടെ അസാന്നിധ്യം ചൂണ്ടിക്കാട്ടി ബി.ജെ.പിക്ക് വോട്ട് ചെയ്യണമെന്ന് മുസ്ലിം സമുദായത്തോട് ആവശ്യപ്പെട്ട് ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ. മുസ്ലിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേന്ദ്രത്തിൽ മന്ത്രിമാരില്ലാത്തതെന്ന് കോഴിക്കോട് പ്രസ് ക്ലബിൽ സംഘടിപ്പിച്ച മീറ്റ് ദ പ്രസ് പരിപാടിയിൽ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. വോട്ട് ചെയ്താലല്ലേ മുസ്ലിം എം.പി ഉണ്ടാകൂ എന്ന ചോദ്യവും അദ്ദേഹം ഉയർത്തി. എം.പി ഇല്ലെങ്കിൽ പിന്നെങ്ങനെ മന്ത്രി ഉണ്ടാവുമെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു. മുസ്ലിങ്ങൾ ബി.ജെ.പിക്ക് വോട്ട് തരുന്നില്ല, എന്തിനാണ് കോൺഗ്രസിന് വോട്ട് നൽകുന്നത്? കോൺഗ്രസിന് വോട്ട് കൊടുത്താൽ എന്തെങ്കിലും ഗുണം കിട്ടുമോ എന്ന ചോദ്യവും രാജീവ് ചന്ദ്രശേഖർ ഉയർത്തി. കോഴിക്കോട് മുസ്ലിങ്ങൾ വോട്ട് ചെയ്താൽ മാത്രമേ മുസ്ലിം എം.പി ഉണ്ടാവുകയുള്ളൂ. വരുന്ന തിരഞ്ഞെടുപ്പിനെ ബി.ജെ.പി സെമി ഫൈനലായിട്ടല്ല മറിച്ച് ഫൈനലായിട്ടാണ് കാണുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ ഭരണമാറ്റം മാത്രമല്ല ഭരണശൈലിയിലുള്ള മാറ്റമാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നത്. കേരളത്തിലെ 95% വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന സർക്കാരാണ് ഇതിനാവശ്യമായ ഫണ്ട് അനുവദിക്കാത്തതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിന് ഇനി വേണ്ടത് ഒരു ഡബിൾ എഞ്ചിൻ സർക്കാരാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിലവിലെ കേന്ദ്രമന്ത്രിസഭയിൽ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള മന്ത്രിമാരുമില്ല. സ്വാതന്ത്ര്യത്തിന് ശേഷം രൂപീകരിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിൽ ഒരു മുസ്ലിം എം.പിയും ഉൾപ്പെടാത്തത് ഇതാദ്യമായാണ്. 18 ലോക്സഭയിലേക്ക് NDA സഖ്യത്തിൽ മത്സരിച്ച ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയും വിജയിച്ചിട്ടില്ല. മുൻ മോദി സർക്കാരിൽ മുഖ്താർ അബ്ബാസ് നഖ്വി ആയിരുന്നു മുസ്ലിം മന്ത്രി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വികസിത കേരളം എന്ന കാഴ്ചപ്പാടാണ് ബി.ജെ.പി മുന്നോട്ട് വയ്ക്കുന്നത്. നല്ല ഭരണം, നല്ല കാഴ്ചപ്പാട്, നല്ല പദ്ധതി, അത് നടപ്പാക്കാൻ പ്രവർത്തിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇവയാണ് ബി.ജെ.പിയുടേത്. എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞവർ എന്താണ് ചെയ്തതെന്ന് നാട്ടിൽ നോക്കിയാൽ അറിയാനാകും. ജനങ്ങൾ ഞങ്ങൾക്ക് അവസരം നൽകിയാൽ പുതിയ മാറ്റം ഉറപ്പു തരുന്നതായി ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞു. ഭരണഘടനയെ ആദരിച്ചും ബഹുമാനിച്ചുമാണ് ബി.ജെ.പി പ്രവർത്തിക്കുന്നത്. എല്ലാ മതങ്ങളെയും സമുദായങ്ങളെയും വിശ്വാസങ്ങളെയും ബി.ജെ.പി ബഹുമാനിക്കുന്നു. ഇവിടെ ഭരണഘടന കയ്യിൽ വെച്ച് നടക്കുന്നു എന്ന് പറയുന്ന ചില പാർട്ടികൾ വെൽഫെയർ പാർട്ടിക്ക് ടിക്കറ്റ് കൊടുക്കുന്നു. ഭരണഘടനയ്ക്കെതിരെ നിൽക്കുന്ന ചില വർഗീയ ശക്തികൾക്കൊപ്പം രാഷ്ട്രീയം കളിക്കുമ്പോൾ ബി.ജെ.പി അതിനെ 100% എതിർക്കും. അത് അവർ ഏത് മതത്തിൽപ്പെട്ടവരാണ് എന്ന് നോക്കിയല്ല. ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്നവർ ആരായാലും അവരെ എതിർക്കുക തന്നെ ചെയ്യും. അതോടൊപ്പം ജനങ്ങളെ വിഡ്ഢികളാക്കാൻ നടക്കുന്ന പാർട്ടികളെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടുകയും ചെയ്യുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു.